പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ കുർബാന എങ്ങനെ അനുഭവമാക്കാം, പരിശുദ്ധ കുർബാന എങ്ങനെ അനുഭവമാക്കാം എന്നുള്ളതിന് ഏറ്റവും ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാലേ ഒരു കുർബാന പുസ്തകം വാങ്ങിക്കുക എന്നുള്ളതാണ്. ഒരു കുർബാന പുസ്തകം വാങ്ങിക്കുക. കുർബാന പുസ്തകം വാങ്ങിച്ചിട്ട് കുർബാന പുസ്തകം വായിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയെ പങ്കുചേരുക. നിങ്ങൾക്കത് അനുഭവം മാറിയിരിക്കും. അത് കുർബാനയെ അതിൻ്റെ ഫുൾ ഫ്രൂട്ടിലെ അതിങ്ങനെ ഭയങ്കര അനുഭവത്തോടെ കുർബാന കാണാനായിട്ട് കുർബാന പുസ്തകം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാൻ 3-4 പ്രാർത്ഥന പറയാം. നമ്മൾ ലേഖന വായനയുടെ സമയത്ത് ഒരു പ്രാർത്ഥനയുണ്ട്. ലേഖനം വായിക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലേഖന വായന കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം കുറച്ചുകൂടെ തുറന്ന് ആ ലേഖനം വായന കേൾക്കാനായിട്ട് നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. രണ്ടാമതൊരു പ്രാർത്ഥന കാഴ്ചവെപ്പിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഞാൻ കർത്താവായ ദൈവമേ, സാർവത്രികവും സ്നേഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾ എല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. ഇത് ഞാൻ നമ്മുടെ ഈ അദൃശ്യമായ എല്ലാ വിപത്തുകളെയും നിങ്ങളെ സംരക്ഷിക്കണമേ. ഈ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്ന സമയത്തെ ദൃശ്യമായ വിപത്ത് വരില്ല, അദൃശ്യമായ വിപത്ത് വരില്ല, ഇതിനകത്തൊക്കെ സംരക്ഷിക്കണേ നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ അത്രയും അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ആ ദിവസത്തിലേക്ക് ഇറങ്ങുന്നതേ. അപ്പം അതിങ്ങനെ ദൃശ്യവും അദൃശ്യമായ ഒരു വിപത്തും നമുക്ക് വരാതെ കർത്താവ് സംരക്ഷിക്കുമെന്നാണ് അതിനുള്ള കൃപ നമ്മളിങ്ങനെ ചോദിക്കുക. ഈ 1 സ്വരത്തിലവർ ആ ഒരു ഓശാനയ്ക്ക് മുമ്പ് ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിലെ സ്തുതിയും എല്ലാ നാവുകളും കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കരുവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തെ അളവറ്റ് കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ 1000-ങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പയന്മാരോടും ചേർന്ന നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. അതായത് നമ്മൾ ഈ മാലാഖമാരുടെ കൂടെ എന്നിട്ട് നമ്മൾ പാടുക. 1 സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു എന്ന് പറഞ്ഞ മാലാഖമാരുടെ കൂടെ നമ്മൾ പാടുവാണേ. ഈ പുസ്തകം നമ്മൾ വാങ്ങിക്കണം. കുർബാന പുസ്തകം വാങ്ങിക്കണം. കുർബാന പുസ്തകം വായിച്ച് നമ്മൾ കുർബാന പങ്കുചേരണം. ഉറപ്പായിട്ടും കുർബാന അനുഭവമാകും.